നമസ്കാരം. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ആണവ ഭീഷണിക്ക് മറുപടിയുമായി ഇന്ത്യ. ആണവായുധം കാട്ടിയുള്ള ഭീഷണി പാകിസ്ഥാന്റെ പതിവ് ശൈലിയാണെന്നും ഈ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഡൽഹിയിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരുടെ അറസ്റ്റിൽ അപലപിച്ച് TVK അധ്യക്ഷൻ വിജയ് സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കർണാടകത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ഭിന്നത. മന്ത്രി KN രാജണ്ണ രാജിവെച്ചു. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് രാജിയിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള ബസ് കൺസെഷൻ ഔദാര്യമല്ല, കുട്ടികളെ സ്റ്റോപ്പിൽ ഇറക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇല്ലെങ്കിൽ സർക്കാർ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഇടതു-വലതു മുന്നണികൾക്ക് അംഗീകരിക്കാനാവാത്ത മാനസികാവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് FB പോസ്റ്റുമായി K സുരേന്ദ്രൻ. കേരളത്തിന്റെ ആരോഗ്യമേഖലയെ ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നു. അവർക്കുള്ള മറുപടി ആരോഗ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.